ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 3 ചേരുവകൾ വെച്ച് ഒരു കൊല്ലത്തോളം നമ്മുടെ വീട്ടിൽ മാങ്ങാ പൾപ്പ് കേടുകൂടാതെ ഇരിക്കുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മാമ്പഴക്കാലം കഴിഞ്ഞാലും ആ രുചി വീട്ടിൽ എപ്പോഴും വേണോ? എന്നാൽ ഈ രീതിയിൽ മാങ്ങാ പൾപ്പ് ഉണ്ടാക്കി സൂക്ഷിച്ചു നോക്കൂ. പഞ്ചസാരക്ക് പകരം ശർക്കരയും കേടുകൂടാതെ ഇരിക്കാൻ വിനാഗിരിയും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ജ്യൂസ് അടിക്കാനും പുഡിംഗ് ഉണ്ടാക്കാനും ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാം. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നമ്മുടെ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കാം. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം. ആ ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് വേവിച്ചെടുത്ത് ഇത് നമുക്കൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാങ്ങ ആ ശർക്കര പാനിയിലേക്ക് കിടന്ന് ശർക്കരയൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് നല്ല പിടിച്ച് കിട്ടണം കേട്ടോ. ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കാം. ശർക്കരപ്പാനിയിൽ കടന്നിട്ട് നല്ല വെന്തിട്ടുണ്ടാവും നമ്മുടെ മാങ്ങ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഒരു തരി പോലും കട്ടയില്ലാതെ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങാ പൾപ്പ് മാറ്റി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ വിനാഗിരിയുടെ ആ പുളിരസമാണ് നമ്മുടെ മാങ്ങയിൽ കിട്ടുക. 2 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ഒരു 5 കിലോത്തോളം മാങ്ങാ പൾപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 കിലോ മാങ്ങയുടെ പൾപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വിനാഗിരി ചേർത്താൽ മതി. ഞാൻ 5 കിലോ മാങ്ങയുടെ ഇതിനാണ് 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചത്. മാങ്ങാപ്പൾപ്പ് നല്ല തിളച്ച് വരുമ്പോഴാണ് വിനാഗിരി ഒഴിക്കേണ്ടത്. 1 മിനിറ്റോളം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അടിപൊളിയായി നല്ല ടേസ്റ്റുള്ള സൂപ്പർ കട്ടിയുള്ള മാങ്ങാപ്പൾപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജാറിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2-3-4 കയ്യിൽ നമ്മുടെ മാങ്ങാപ്പൾപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാങ്ങ ജ്യൂസ് റെഡിയായി. ഈ മാങ്ങാപ്പൾപ്പ് 1 വർഷം വരെ കേടാകാതെ ഇരിക്കും എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഫാദിയ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും ടേസ്റ്റുള്ള ഈ മാങ്ങാപ്പൾപ്പ് തീർച്ചയായും നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ് നമ്മുടെ മാങ്ങാപ്പൾപ്പ്. ഇതുപോലെ മാങ്ങാപ്പൾപ്പ് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഇത് ധൈര്യമായി കുടിക്കാം. ഇതിൽ ഒരു തരി പോലും പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും ഓൾ.